വരെ സംരക്ഷിക്കുക എന്നുള്ളത് സമരത്തിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അത് അനിവാര്യമായി അവിടെ ഒരു പ്രതിരോധം തീർത്തു എന്നുള്ളത് സത്യം. എന്തായാലും സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ SFIക്ക് സന്തുഷ്ടിയില്ല. ഈ ഒരു അന്വേഷണം ഒരിക്കലുമല്ല. ഏറ്റവും സ്വാഗതാർഹമായ തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ നന്നായി തന്നെ SFI ഉൾക്കൊള്ളുന്നുമുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഈ സമരത്തിൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ അന്വേഷണം വരിക എന്നുള്ളത് മാത്രമല്ല, ആ പറയുന്ന സ്ഥാപനത്തിനകത്ത് കൃത്യമായി ഉന്നയിച്ച വിദ്യാർത്ഥികളുടെ ഇന്റേണലിന്റെ പ്രശ്നമായിരുന്നാലും അറ്റൻഡൻസിന്റെ പ്രശ്നമായിരുന്നാലും അവയെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് രൂപപ്പെടുത്തുന്നത് വരെയാണ് SFIയുടെ സമരം. അല്ലെങ്കിൽ പ്രതികാര നടപടിയോടെ ഇനി പറയുന്ന അധ്യാപകർ വിദ്യാർത്ഥികളെ യാതൊരു വിധത്തിൽ ഉപദ്രവിക്കാത്ത രീതിയിൽ ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നത് വരെയാണ് SFIയുടെ സമരം എന്നുള്ളത്. അതിനെ മറ്റൊരു തരത്തിലേക്ക് ഒരു ലക്ഷ്മി നായർ രാജിവെക്കണം എന്നൊരു ആവശ്യം SFI ഉന്നയിക്കുന്നില്ല. വിദ്യാർത്ഥി ഐക്യത്തിൻ്റെത് മാത്രമാണ് ആ ഒരു ആവശ്യം. അല്ല, പ്രിൻസിപ്പാൾ അവിടുന്ന് മാറണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വൈരാഗ്യ ബുദ്ധിയോടെ ഇനി നടപടികൾ ഉണ്ടാകും എന്നുള്ള വിദ്യാർത്ഥിനികളുടെ പ്രതീക്ഷയാണ് ആ രാജി എന്നുള്ളതിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ നിയമപരമായി അല്ലെങ്കിൽ അവിടുത്തെ ഓരോ അക്കാഡമിക് ഘടകങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഇവയല്ല ഈ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. ആ രീതിയിൽ രൂപപ്പെടുത്തിയാൽ വിദ്യാർത്ഥിനികൾക്ക് ഇനി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്കോ ഇനിയുള്ള ഈ പീഡനം ചർച്ചയിലൂടെ ക്യാമ്പസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇനി SFIയുടെ മുന്നിലുള്ള ലക്ഷ്യം. കാരണം ഈ ഉപസമിതി വന്നത് ഇവരുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ 23-24 തീയതികളിൽ 25 തീയതികളിൽ പരാതി കേൾക്കും. 31 കൂടി റിപ്പോർട്ട് കൈമാറും. അധികം താമസിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് പരാതി കേൾക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതുവരെ സമരം തുടരണം എന്ന് തന്നെയാണോ, അതോ സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് മാറി നിന്നുകൊണ്ട് ഈ പരാതി ഈ ഉപസമിതിക്ക് മുന്നിൽ? അല്ല, രണ്ടും രണ്ടായി തന്നെ കാണണം. ഒന്ന്, ഇപ്പൊ നിലവിൽ നടന്നിരിക്കുന്ന വിഷയങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടി നടന്ന വിഷയങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉപസമിതിയാണ്, അല്ലെങ്കിൽ ഇനി അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത് വന്നിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും നടപടികൾ വരിക. എന്നാൽ അതിനു മുന്നോടിയായി തന്നെ ഇനി ഇപ്പോൾ നടന്നിട്ടുള്ള വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ എല്ലാ അവകാശങ്ങളും അതിനകത്ത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി PTA പോലുള്ള ഘടകങ്ങളടക്കം രൂപപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കുന്നതിന് ഗ്രീവിയൻസ് സെല്ലടക്കം രൂപപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ഈ വിഷയങ്ങളെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ രീതിയിലടക്കമുള്ള മാനേജ്മെന്റ് തയ്യാറായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെ നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ. മാനേജ്മെന്റ് അങ്ങനെ ഒരു തയ്യാറെടുപ്പിലേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പല്ല. ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിൽ ക്ലാസുകൾ തുടങ്ങുകയായി. പോലീസ് സംരക്ഷണം പോലും മാനേജ്മെന്റിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ശരിയാണല്ലോ. പോലീസ് സംരക്ഷണത്തിൽ തന്നെ ഓഫീസ് തുറക്കുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ തുടങ്ങുകയായി. ഒരു ക്രമസമാധാന പ്രശ്നമായി ലോ അക്കാദമിയിലെ വിഷയം വളരുകയല്ലേ. അപ്പോൾ SFI എന്തായാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥി ഐക്യവും SFIയും ചേർന്ന് ഒരു ക്രമസമാധാന പ്രശ്നമായി രൂപം കൊണ്ടുവരും. ക്രമസമാധാന പ്രശ്നം എന്നുള്ളതല്ല, വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളെ ഏത് വിധത്തിനായിരുന്നാലും പരിഹരിക്കണം എന്നുള്ളതാണ് ആവശ്യം അവിടെ. ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ല പുതിയൊരു ക്രമസമാധാന പ്രശ്നം ഉന്നയിക്കുക അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള ലക്ഷ്യമുള്ളത്. നിലവിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ സമരത്തിന്റെ ഉദ്ദേശമായിട്ട് മുന്നോട്ട്. ശ്രീ KM ഷാജഹാൻ, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ വളരെ അടുത്തു നിന്ന് ഈ സംഭവങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണല്ലോ. മാത്രമല്ല, ലോ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് വ്യക്തമായി അറിവുള്ളതുമാണ്. ഇപ്പോഴത്തെ ഈ ഉപസമിതിയും അന്വേഷണവും അത് കണ്ണിൽ പൊടിയിടുവാനുള്ള ഒന്നാണോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്? അല്ല മഞ്ജുഷ്, ഇത് ഇപ്പോൾ രണ്ടന്വേഷണത്തിൻ്റെ കാര്യം ഇപ്പം മഞ്ജുഷ് പറഞ്ഞു. ഒന്ന് സർക്കാരും ഒന്ന് സർവകലാശാല. സർക്കാരും സർവകലാശാലയും നടത്തുന്ന ഈ അന്വേഷണത്തിൻ്റെ ചുറ്റുവട്ടത്തിന് അതിൻ്റെ ആ നാലതിരിനുള്ളിലൊന്നും നിൽക്കുന്ന ഒരു കൂട്ടരല്ല ഇത് എന്നുള്ളത് ഈ ഇവിടെ വന്നിരിക്കുന്ന SFIയുടെ പ്രതിനിധി ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലക്ഷ്മി നായരുടെ പിതാവായിട്ടുള്ള നാരായണൻ നായർ തന്നെ. നാരായണൻ നായർ 50 വർഷക്കാലമായി കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലുണ്ട്. നാരായണൻ നായരുടെ അനിയനായിട്ടുള്ള കോരിക്കോട് കൃഷ്ണൻ നായർ CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളും CPMൽ നിന്ന് 5 പ്രാവശ്യം പുറത്തേക്ക് പോയിട്ട് തിരിച്ചെടുത്ത ആളുമാണ് കോലിക്കോട് കൃഷ്ണൻ നായർ. കോലിക്കോട് കൃഷ്ണൻ നായരുടെ അനിയൻ നാരായണൻ നായർ CPIയുടെ വലിയ നേതാവാണ്. UDF ഇരിക്കുന്ന കാലത്ത് പോലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന ആളാണ് നാരായണൻ നായർ, കരുണാകരൻ നായർ. നാരായണൻ നായരുടെ ഭാര്യ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സംസ്ഥാനതല നേതാവായിരുന്നു. അപ്പോൾ ഇത് ഒരു തരത്തിൽ. വേറൊരു തരത്തിൽ നാരായണൻ നായരുടെ സഹോദരിയുടെ മകനായിട്ടുള്ള NK ജയകുമാർ എവിടെയാണ് ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നിയമം ഉപദേശിച്ചു കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഡോക്ടർ NK ജയകുമാർ ഇരിക്കുകയാണ്.
അതുപോലെ തന്നെ പിന്നെ ലക്ഷ്മി നായരുടെ സ്വാധീനത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്മി നായരുടെ അനിയൻ ആരാണ്? ലക്ഷ്മി നായരുടെ അനിയൻ നാഗരാജ നാരായണൻ ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകനാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വനം കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ വാദിക്കുന്ന സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറാണ് നാരായണൻ നായർ, പിന്നെ ഈ നാഗരാജ നാരായണൻ. അപ്പോൾ നാരായണൻ നായർ, കോലിക്കോട് കൃഷ്ണൻ നായർ, കരുണാകരൻ നായർ, ലക്ഷ്മി നായർ, നാഗരാജ നാരായണൻ, NK ജയകുമാർ, ഈ ഒരു ഇത്രയും പേരടങ്ങുന്ന ഈ ഒരു സംവിധാനത്തെ തൊട്ട് കളിക്കാനൊന്നും ഇവിടെ SFIക്ക് കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ SFIയുടെ ഈ സഖാവ് ഇപ്പോൾ പറഞ്ഞ 8 മാസം മുമ്പാണ് SFI സമരം നടത്തുന്നത്. ഒരു വിദ്യാർത്ഥിനി അവിടെ നിന്ന് പറഞ്ഞു, കേരളം പോലെ ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായ, ഇത്രയും സാമൂഹികമായി സംഘടിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുള്ള കേരളത്തിൽ ലക്ഷ്മി നായരുടെ കോളേജിൽ നടക്കുന്നത് എന്താണെന്ന് ആ പെൺകുട്ടി അവിടെ ഇരുന്ന് പറഞ്ഞു. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 2 അന്വേഷണങ്ങളും ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല. പിന്നെ NK ജയകുമാർ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോലിക്കോട് കൃഷ്ണൻ നായർ സംസ്ഥാന കമ്മിറ്റി. ഞാൻ ഇടപെടുകയാണ്. ശ്രീ SFI നേതാവിന് SFIക്കെതിരെയുള്ള ആരോപണമായതുകൊണ്ട് തന്നെ താങ്കളുടെ ഒരു മറുപടി ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ടാണോ SFI വൈകി ഈ സമരരംഗത്തേക്ക് കടന്നു വന്നത്? SFI ന്യായീകരിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞു. 1.5 ദിവസത്തെ വൈകലേ ഉണ്ടായിട്ടുള്ളൂ. 1.5 ദിവസത്തെ വൈകലല്ല, ആ സമരത്തിന്റെ രൂപം ഏതാണെന്ന് തീരുമാനിക്കേണ്ട. അല്ലെങ്കിൽ സമരം ഇപ്പോൾ ഞങ്ങൾ പന്തൽ കെട്ടി സമരം നടത്തണമോ, അതോ പ്രതിഷേധ പരിപാടി നടത്തി സമരം നടത്തണമോ, ധർണ നടത്തി സമരം നടത്തണമോ, നിരാഹാരം നടത്തി സമരം നടത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് SFIയുടെ ഘടകമാണ്. ആ സമര രീതിയെക്കുറിച്ച് ആരും ഉപദേശിച്ചു തരുന്ന രീതിയിലേക്കല്ല പോകേണ്ടത്. ആ സമരം SFI അല്ലേ ആദ്യം ഈ വിഷയം അഡ്രസ്സ് ചെയ്തത്. ഇവിടെ പറയുന്ന മറ്റൊരു വ്യക്തിത്വവും ഈ പറയുന്ന സമരത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ലല്ലോ. തുടക്കത്തിൽ തന്നെ ഈ സമരം ഏറ്റെടുത്തതും ഈ സമരത്തെക്കുറിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തതും പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചതും SFI അല്ലേ. അപ്പോൾ SFIക്ക് അങ്ങനെ ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ SFIക്ക് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. അത് CPM ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ CPM ഇടപെടുന്നു കാര്യങ്ങൾ പറഞ്ഞു. BJPയുടെ തന്നെ ഒരു മുതിർന്ന നേതാവന അയ്യപ്പൻ പിള്ള, അദ്ദേഹം ഈ പറയുന്ന ഡയറക്ടർ ബോർഡിലുള്ളതല്ലേ. എന്നിട്ട് BJP അതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ പാമ്പാടി നെഹ്റു കോളേജിലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷമല്ലേ ഇപ്പോൾ ലോ അക്കാദമിയിലെ പ്രശ്നമൊക്കെ പുറത്തേക്ക് പറയാൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ തയ്യാറായത്? മുമ്പും പലതവണയും ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു സംഘടിതമായ രീതിയിൽ പുറത്തേക്ക് വന്നത് ഈ പാമ്പാടി സംഭവം ഉണ്ടായതിനു ശേഷമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആയിരുന്നുവല്ലോ അവിടെ. വിദ്യാർത്ഥി സംഘടനകൾ ഉള്ള ഒരു ക്യാമ്പസ് ആണല്ലോ. സംഘടനകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന കാര്യം KSU നേതാവ് പറഞ്ഞു. എങ്കിലും സംഘടനകൾ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസാണ് അത്. എന്നിട്ടും വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഭയപ്പാടോടെ ഇത്രയും കാലം നോക്കിക്കണ്ടു? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റേണൽ മാർക്സിൻ്റെ കാര്യം. ഞങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാമിന് ഒരു കുട്ടിയോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ആ വെഞ്ചൻസ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് മാം എന്നുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങി വരുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ മാം പബ്ലിക്കായിട്ട് പറയുന്നതാണ്, എൻ്റെ മുന്നിൽ പെടാതെ നോക്കിക്കോണം. എനിക്കൊരു വൈരാഗ്യം നിങ്ങളോട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഈ 5 വർഷത്തെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ ഈ 5 വർഷത്തെ നിങ്ങളുടെ അക്കാഡമിക് ഇയേഴ്സ് അതെല്ലാം ഞാൻ തകർത്ത് കളയും, തുലച്ച് കളയും എന്ന് പറയുന്നത്. തുലച്ച് കളയുക എന്നുള്ളത് മാം സ്ഥിരം കുട്ടികളോട് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ ഇൻറ്റേർണൽ മാർക്ക് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം പേടിയുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ പ്രതികരിച്ചില്ല. ഇപ്പോൾ ജിഷ്ണുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഞങ്ങളെ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രതികരണത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ കുറച്ചൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ പല പെൺകുട്ടികളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള പല കുട്ടികളെയും ഞങ്ങൾ കൈപിടിച്ച് മുകളിലോട്ട് എത്തിച്ചവരാണ്. അതായത് എനിക്ക് നേരിട്ട് അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് നീ വയറ് നിറച്ച് 5 വർഷത്തിനുള്ളിൽ ഇവൾ കയറി വരുമെന്നൊരു അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞ ഒരു കുട്ടീനെ അവൾ ഹോസ്റ്റലിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ചേച്ചി ഞാനിനി ആത്മഹത്യ ചെയ്യുക അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലെന്ന് പറയുമ്പോൾ ആ കുട്ടിയൊക്കെ ഞങ്ങൾ കൈ പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നതാണ്. ഇത്രത്തോളം ഇന്റേണൽ മാർക്കിന്റെ പേരിൽ ഭയപ്പാടോടെ നിൽക്കുന്ന സമയത്ത് ഇത്തരം പരാതികളൊന്നും പുറത്തേക്ക് നൽകുവാൻ തയ്യാറായില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള പരാതികൾ, ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള പരാതികൾ, വിദ്യാർത്ഥി സമരത്തിലേക്ക് നയിച്ച പരാതികൾ, ഈ പരാതികൾ ഭരണ നേതൃത്വത്തിൽ ആരുമായിട്ടെങ്കിലും പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നോ? ഈ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തീർന്നതിന് ശേഷം ഭരണതലത്തിലുള്ളവരുമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വന്ന് ഇക്കാര്യം ഉന്നയിക്കുവാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഉന്നയിച്ചപ്പോൾ എന്ത് മറുപടിയാണ് കിട്ടിയത്? ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയത് കൊണ്ടാണ്. വിദ്യാർത്ഥികൾ നേരിട്ട് വന്ന് മന്ത്രിമാരെ കണ്ടിരുന്നു.
ഞങ്ങൾ VS നേരിട്ട് ഞങ്ങൾ കണ്ടതാണ്, പോയി പെൺകുട്ടികൾ ഒരുമിച്ചാണ് പോയി VS അച്യുതാനന്ദൻ സാറിനെ പോയി കണ്ടത്. ഞങ്ങളുടെ പരാതികൾ ഞങ്ങൾ ബോധിപ്പിക്കുകയും സാറാണ് ഇങ്ങനെ ഒരു ഉത്തരവ്, ഒരു അന്വേഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാരണമായത്. ഇങ്ങനൊരു അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞിട്ടും എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഈ അന്വേഷണത്തിൽ തോന്നുന്നില്ല. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു അന്വേഷണം ഉണ്ടായാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു റിപ്പോർട്ട് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാനേജ്മെൻറ്റ് എത്രത്തോളം ആ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. അതായത് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയാണ് ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ വിദ്യാർത്ഥികൾ? സർക്കാർ ഇടപെടുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അന്വേഷണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷേ ഇതിന് എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏതൊരു വ്യക്തിയുടെ നേരെയാണെങ്കിലും ഒരു അന്വേഷണം നടക്കുമ്പോൾ അവർ രാജിവെച്ച് മാറി നിന്ന് ആ അന്വേഷണത്തിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹിക മര്യാദയാണ്. ഇപ്പോൾ എൻ്റെ നേരെ ഒരു അന്വേഷണം വരുമ്പോൾ ഞാൻ അതേ പദവിയിലിരുന്നുകൊണ്ട് തന്നെ ആ അന്വേഷണത്തെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല. ഇത്രയും ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രിൻസിപ്പൾ ആ സ്ഥാനത്ത് നിന്ന് മാറാതെ ആ കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ കസേരയിൽ കടിച്ചു തൂങ്ങിയിരുന്നുകൊണ്ട് ഈ ഒരു അന്വേഷണത്തെ ഫേസ് ചെയ്യുമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഇവിടെ നിന്ന് രാജിവെച്ച് മാറി ഈ അന്വേഷണത്തിനെ സ്വതന്ത്രമായിട്ട് ഫേസ് ചെയ്യാനുള്ള ധൈര്യമെങ്കിലും ഡോക്ടർ ലക്ഷ്മി നായർ കാണിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു? ഈ പ്രിൻസിപ്പലിന് മാത്രമല്ലല്ലോ അവിടെ സ്വാധീനമുള്ളത്. മാത്രമല്ല പ്രിൻസിപ്പൽ രാജിവെച്ചത് കൊണ്ട് അവരുടെ സ്വാധീനം പോകുന്നില്ലല്ലോ. നിങ്ങൾ ഈ സ്വാധീനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഭയപ്പെടുന്നത്. അതെ, പ്രിൻസിപ്പളുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പളാണ് ഞങ്ങളുടെ അറ്റൻഡൻസ് ആയാലും ഇന്റേണൽസ് ആയാലും നിയന്ത്രിക്കുന്നത്. ഈ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോഴത്തേക്കും പ്രിൻസിപ്പളുടെ പദവിയിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു മറുപടി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രിൻസിപ്പളുടെ സ്ഥാനം ഒഴിഞ്ഞ് അവരെ ഈ മാനേജ്മെൻറ്റിൻ്റെ കുട്ടികൾക്ക് ഇടപെടാവുന്ന രീതിയിൽ ഈ സമിതികളിൽ നിൽക്കുമ്പോഴത്തേക്കും എന്തായാലും അത് ഞങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെയുള്ള അടുത്ത സെമസ്റ്ററുകളിലെ മാർക്കുകൾ എങ്ങനെ ആയിരിക്കും, ഞങ്ങൾ ഇവിടുന്ന് പാസ്സായി പോകുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് നല്ല രീതിയിൽ ആശങ്കയുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തട്ടിലായിട്ട് കുട്ടികളെ ക്രമീകരിച്ചിട്ട് ഇവിടെ മാമിൻ്റെ മകൻ്റെ കാമുകിയും അവരുടെ കുറേ സംഘാടകരും അങ്ങനെ കുറച്ച് ഒരു ഗ്രൂപ്പുണ്ട്. ഇവർക്കാണ് എല്ലാതരം ആനുകൂല്യങ്ങളും ഇന്റേണൽ മാർക്കുകളും ലഭിക്കുന്നത് ഈ കുട്ടികൾക്ക് മാത്രമാണ്. ഈ മാമിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടി കുട്ടികൾ നിർബന്ധിതരാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. പല കുട്ടികൾ ഇവരുടെ കൂടെ നിൽക്കുന്നത് മനസ്സോടെ ഒന്നുമല്ല. പല കുട്ടികൾ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്കിൽ 1-2 പ്രതികരണങ്ങൾ കണ്ടു. ആ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ഇവരുടെ കൂടെ നിൽക്കാൻ നിർബന്ധിതരായ കുട്ടികൾ പോലും ഈ ഒരു പ്രക്ഷോഭത്തിനെതിരെ, പ്രൊട്ടസ്റ്റിനെതിരെ ഒന്ന് സംസാരിക്കാനോ വാ തുറക്കാനോ തയ്യാറായിട്ടില്ല. ഈവൻ ഞങ്ങളുടെ അധ്യാപകർ പോലും ഇതിനെതിരായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ കുട്ടികൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ആരോപണങ്ങൾ, ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്നുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകം ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധിയായ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായ അഡ്വക്കേറ്റ് TK നാരായണദാസ് അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിച്ചതാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ടെലിഫോൺ ലൈനിൽ ഞങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുമില്ല. ഇത് തന്നെയാണ് എല്ലാ ചർച്ചകളിലും ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നേടുന്ന ഇതാണ്. ഞങ്ങളുടെ മുമ്പിൽ വരാനോ കുട്ടികളെ ഫേസ് ചെയ്യാനോ ഡോക്ടർ ലക്ഷ്മി നായരോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ തയ്യാറാകുന്നില്ല. അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളുടെ മുഖത്ത് നോക്കി ഞാനിത് ചെയ്തിട്ടില്ല, പെൺകുട്ടികളോട് ഞാനിങ്ങനെ പെരുമാറിയിട്ടില്ല, പെൺകുട്ടികളെ ഞാനിങ്ങനെ അസഭ്യം പറഞ്ഞിട്ടില്ല എന്നവർക്ക് പെൺകുട്ടികളുടെ നേരെ നോക്കി അവരുടെ കണ്ണി നോക്കി പറയാൻ ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ അവർക്ക് വൃത്തിയായിട്ട് അറിയാം. ഞങ്ങൾ മാമിനെ അത് നേരിട്ട് ബോധ്യപ്പെടുത്താനും മാമിൻ്റെ അടുത്ത് ഞങ്ങൾ പരാതികൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ചെന്നിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാമിന് പറയാനുള്ള കാര്യങ്ങൾ, മാം ശരിയാണെന്ന് ഇപ്പോൾ പറയപ്പെടുന്ന കാര്യങ്ങൾ മാം പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടും നേർക്ക് നേരെ വന്ന് സംസാരിക്കാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണമെന്ന് ഞാൻ പറയാം. ഷാജഹാൻ, ഈ കാര്യത്തിൽ സർക്കാർ ഇതിനപ്പുറം എന്ത് ഇടപെടൽ നടത്തുവാനാണ്? ഇപ്പോൾ സ്വാധീനം കൂടുതലാണ്, ഇക്കാര്യമൊക്കെ താങ്കൾ പറഞ്ഞു. അത് പൊതുവായി ഉയരുന്ന ആരോപണങ്ങൾ, അത് അങ്ങനെ
ശരിയാണ്, ഇത്തരത്തിലുള്ള ബന്ധുത്വം ഒക്കെ ഉള്ള ആൾ തന്നെയാണ് പ്രിൻസിപ്പാൾ. പക്ഷേ സർക്കാരിന് ഈ സമയത്ത് ഇതിൽ കൂടുതൽ എന്ത് ഇടപെടൽ നടത്തുവാൻ കഴിയും? ഈ പ്രിൻസിപ്പലിനോട് രാജിവെച്ച് പോവുക എന്ന കാര്യം സർക്കാരിന് ഇപ്പോൾ പറയാൻ പറ്റുമോ? ഒരു അന്വേഷണവും ഇല്ലാതെ. കുട്ടികൾ ആവശ്യപ്പെടുന്നത് ഇക്കാര്യമാണ്, ഈ പ്രിൻസിപ്പൽ മാറിയാൽ മാത്രമേ അവിടുത്തെ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന്. തിങ്കളാഴ്ച എന്തായാലും ക്ലാസ് തുടങ്ങാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുകയുമാണ്. ഈ ക്രമസമാധാന പ്രശ്നത്തിൽ സർക്കാരിന് ഇതിൽ കൂടുതൽ എന്ത് ഇടപെടൽ നടത്തുവാൻ കഴിയും? അല്ല മഞ്ജുഷ്, സർക്കാർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ